പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നുന്നില്ല. ഇതൊക്കെ എനിക്കറിയുന്ന കാര്യങ്ങളാണല്ലോ. അവസാന ഘട്ടത്തേക്ക് എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. അതല്ല അല്ലല്ല, അവസാന ഘട്ടം 19 പോകുന്നതിന് മുമ്പ് തന്നെ വലിയൊരു കൊട്ടിക്കലാശം നടത്തുന്നു എന്നുള്ളതാണ് എല്ലാവരും. അങ്ങനെയൊന്നുമില്ല, വലുതൊന്നുമല്ല. അത് വളരെ ചെറിയ പാർട്ടി, 4 ആളുള്ള പാർട്ടി, അതിൽ 10 ആളില്ല, ഒരു ചെറിയ ജാഥ, അത്രേ ഉള്ളൂ. ഇതിലും കൂടുതൽ കണ്ടിട്ട് അത്ര ചെറുതായിട്ട് തോന്നുന്നില്ലല്ലോ. 23 റിസൾട്ട് വരുമ്പോൾ കാണാം. ഇത് കണ്ടിട്ട് അത്ര ചെറുതായി തോന്നുന്നില്ലെന്നോ സുജയും പറയുന്നത്? അല്ല, എനിക്കറിയില്ല. യൂസഫ് പത്താനെ സംബന്ധിച്ചിടത്തോളം ഈ വോട്ട് കൊണ്ട് ജയിക്കില്ലല്ലോ. ഇതിന്റെ 10 ഇരട്ടി ആളുകൾ വീടുകളിൽ ഇരിക്കുന്നുണ്ട്. അവർ 19 പുറത്തിറങ്ങും. അന്ന് പിണറായി സത്തിന്റെ അവസാനത്താണി. ഞാൻ രാജിവെച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നിലമ്പൂരിൽ നിന്ന് പിണറായി സത്തിന്റെ അവസാനത്താണി. ഒരു ഡൗട്ടോ കാര്യത്തിൽ നിലമ്പൂരിൽ പിണറായി സത്തിന്റെ അവസാനത്തെ ആണിയും അടിക്കും എന്നാണ് ഇപ്പോൾ PV അൻവർ അഷ്കർ അലിയോട് പ്രതികരിച്ചത്. ഇപ്പോൾ ഈ കണ്ടതൊക്കെ ചെറുത്, പിക്ചർ അഭിബി ബാക്കി ഹേ എന്നതാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. യൂസഫ് പത്താനോട് ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. യൂസഫ് പത്താൻ ശരിക്കും ഞെട്ടി നിൽക്കുന്നത് പോലെയാണ് അദ്ദേഹത്തെ കണ്ടിട്ട് തോന്നുന്നത്. അഷ്കർ, PV അൻവറിന്റെ റോഡ് ഷോ തുടരുകയാണ്. ചന്തക്കുന്ന് പിന്നിട്ടിരിക്കുന്നു റോഡ് ഷോ. യൂസഫ് പത്താൻ ഇപ്പോൾ അണികളെ, അതുപോലെ തന്നെ നിലമ്പൂരിലെ വോട്ടർമാരെയൊക്കെ അഭിവാദ്യം ചെയ്യുകയാണ്. വൻ റോഡ് ഷോയാണ്. നേരിന് നീതിക്ക് നിലമ്പൂരിന് കത്രിക ചിഹ്നത്തിൽ PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇറങ്ങുന്ന തെരഞ്ഞെടുപ്പാണ്. ദീപക് മലയമ്മ നമുക്കൊപ്പം ഉണ്ട്. ദീപക് മലയമ്മ, കത്രിക പലരെയും വെട്ടുമെന്ന് തോന്നുന്നല്ലോ ഈ പോക്കാണെങ്കിൽ? ഏത് സമയത്തായിരിക്കും ഈ റാലി അവിടേക്ക് എത്തുക എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് ഒരു വ്യക്തതയും ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദൃശ്യത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. റോഡിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയേണ്ടി വരിക. അതുകൊണ്ട് ഇനിയിപ്പോൾ ചന്തക്കുന്ന് ജംഗ്ഷനിലേക്ക് എത്താനുള്ള തത്രപ്പാടാണ് ഈ ഒരു റാലിയെ സംബന്ധിച്ച് ഉള്ളത്. ചന്തക്കുന്ന് ജംഗ്ഷനിലേക്ക് അല്പസമയത്തിനകം എത്തുക, അതിനുശേഷം മറ്റിടങ്ങളിലേക്ക് കൂടി പോവുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വാഹനത്തിന്റെ വേഗത കൂടിയിരിക്കുന്ന അല്പം കൂടി വേഗതയിൽ ഈ ലൊക്കേഷനിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നിലവിൽ ഈ റോഡ് ഷോയുടെ ഭാഗമായി നടക്കുന്നത്. ദീപക് മലയമ്മയാണ് നമുക്കൊപ്പം ഉള്ളത്. ദീപക് മലയമ്മ, ഇനിയിപ്പോൾ പൊതുസമ്മേളനത്തിൽ കൂടി പങ്കെടുത്ത് പ്രസംഗിച്ച ശേഷമായിരിക്കുമല്ലോ യൂസഫ് പത്താന്റെ മടക്കം. കാരണം ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ പ്രചാരണത്തിൽ ഉണ്ടാകുമെന്നാണ് യൂസഫ് പത്താൻ രാവിലെ പറഞ്ഞത്. യൂസഫ് പത്താനെ ഇറക്കിയത് അത് വലിയ രീതിയിൽ അൻവറിനൊരു അഡ്വാൻറ്റേജായി മാറുകയാണ്. പരസ്യപ്രചാരണം ചൊവ്വാഴ്ച അവസാനിക്കാനിരിക്കെ ഞായറാഴ്ച, അതായത് ആളുകളൊക്കെ, വീടുകളിലുള്ള ആളുകളൊക്കെ ടെലിവിഷൻ സ്ക്രീനിലൂടെയൊക്കെ ഇത് കാണുമെന്ന് ഉറപ്പുള്ള ദിവസമാണ് അൻവർ ഈ റോഡ് ഷോയ്ക്കായി തെരഞ്ഞെടുത്തത്. കൊട്ടിക്കലാശത്തിൽ എല്ലാ മുന്നണികളുടെയും റോഡ് ഷോ ഒന്നിച്ചു വരുമ്പോൾ ഒറ്റയ്ക്കിറങ്ങുന്നു, ഒറ്റയ്ക്ക് ഒരു റോഡ് ഷോ നടത്തുന്നു PV അൻവർ. വടപുറം മുതൽ നിലമ്പൂർ ടൗൺ വരെയാണ് PV അൻവറിനൊപ്പം യൂസഫ് പത്താൻ റോഡ് ഷോയിൽ ഉണ്ടാകും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. വഴിക്കടവിലാണ് പൊതുയോഗം നിശ്ചയിച്ചിരിക്കുന്നത്. വഴിക്കടവിലെ പൊതുയോഗത്തിൽ യൂസഫ് പത്താൻ PV അൻവറിന് വേണ്ടി വോട്ട് തേടും. 9 വർഷമായി ജനങ്ങൾക്കിടയിലുണ്ട് താൻ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് തനിക്ക് ഒരു പുതിയ അനുഭവമല്ല എന്നാണ് PV അൻവർ പറയുന്നത്. ഇപ്പോൾ ഈ റാലിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ വീടുകളിൽ വോട്ട് ചെയ്യാനായി കാത്തിരിക്കുന്നുണ്ട് എന്ന് PV അൻവർ പറയുന്നു. PV അൻവറിനെ നിലമ്പൂരിലെ ജനങ്ങൾ നോക്കൂ. ആകാശ ദൃശ്യങ്ങളിൽ ആ റാലിയുടെ നീളം നമുക്ക് വ്യക്തമായി തന്നെ കാണാം. ഇപ്പോൾ ഈ റാലി നിലമ്പൂരിൽ വടപുറം മുതൽ, മണ്ഡലത്തിന്റെ അതിർത്തിയായ മണ്ഡലം തുടങ്ങുന്ന വടപുറം മുതൽ നിലമ്പൂർ ടൗൺ വരെയാണ് ഈ റാലി നിശ്ചയിച്ചിരിക്കുന്നത്. പിണറായി സത്തിന് എതിരായ അവസാനത്തെ ആണിയും അടിക്കും എന്നാണ് അൻവർ അവകാശപ്പെടുന്നത്. ആകാശ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. നിലമ്പൂരിലെ പരസ്യപ്രചാരണം ചൊവ്വാഴ്ച അവസാനിക്കാനിരിക്കെ ഞായറാഴ്ച ഒരു വമ്പൻ കൊട്ടിക്കലാശം തന്നെ നടത്തുകയാണ് PV അൻവർ. നേരിന് നീതിക്ക് നിലമ്പൂരിന് കത്രിക ചിഹ്നത്തിനായി വിക്ടറി സിംബൽ കൂടി ഉയർത്തിക്കാട്ടുകയാണ്. കത്രിക പോലെ തന്നെ തോന്നും വിക്ടറി സിംബലും. നമുക്കൊപ്പം ദീപക് മലയമ്മയും അഷ്കർ അലി കരിമ്പയുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. PV അൻവർ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാവാണ് എന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ MPയും മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവുമായ യൂസഫ് പത്താൻ ഇന്ന് രാവിലെ പറഞ്ഞത്. ഇപ്പോൾ ഈ പ്രചാരണത്തിലുടനീളം എല്ലാവരെയും കൈവീശി കാണിച്ച് അഭിവാദ്യം ചെയ്ത് യൂസഫ് പത്താനും വളരെ സജീവമായി തന്നെ ഈ റാലിക്കൊപ്പം ചേരുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയായി അൻവർ പത്രിക നൽകിയിരുന്നെങ്കിലും അത് തള്ളിപ്പോയിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കത്രിക ചിഹ്നത്തിലാണ് PV അൻവർ വോട്ട് തേടുന്നതെങ്കിലും തൃണമൂൽ കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണ അൻവറിനുണ്ട് എന്ന് യൂസഫ് പത്താൻ തന്നെ പറയുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ റോഡ് ഷോ എവിടെ വരെ എത്തിയെന്ന് നമുക്ക് നോക്കാം. അഷ്കർ അലി, ഇപ്പോൾ റോഡ് ഷോയുടെ വേഗം ഒന്ന് കൂട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു ദൃശ്യങ്ങൾ കണ്ടിട്ട്. നിലമ്പൂർ ടൗൺ വരെ ആയിരുന്നില്ലേ റോഡ് ഷോ നിശ്ചയിച്ചിരുന്നത്, ഇപ്പോൾ എവിടെ എത്തി?
അഷ്കർ അലി കരിമ്പയില്ല. ദീപക് മലയമ്മയിലേക്ക് പോകാമെന്ന് കരുതുന്നു. പി വി അൻവറിനായി യൂസഫ് പത്താൻ ഇപ്പോൾ റോഡ് ഷോയിൽ അണിനിരക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ മഴയെയും അവഗണിച്ചുകൊണ്ട് മഴക്കോട്ടുകളൊക്കെ ഇട്ട് നടന്നും ഓടിയും ഇരുചക്ര വാഹനങ്ങളിലും മറ്റു വാഹനങ്ങളിലുമൊക്കെയായി ധാരാളം ആളുകൾ അനുഗമിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം പി വി അൻവറിനെയും യൂസഫ് പത്താനെയും ദൃശ്യങ്ങളിൽ. LDF-നും UDF-നും ഒരുപോലെ ആശങ്കയാക്കുകയാണോ ഈ റോഡ് ഷോ എന്നതാണ് അറിയേണ്ടത്. കത്രിക ചിഹ്നം മുന്നണി ചിഹ്നങ്ങളിൽ പാർട്ടി ചിഹ്നത്തിലാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ് മത്സരിക്കുന്നത്. ആര്യടൻ ഷൗക്കത്ത് കൈപ്പത്തി ചിഹ്നത്തിലുമാണ്. അപ്പോൾ കൈപ്പത്തിയെയും അരിവാൾ ചുറ്റിക നക്ഷത്രത്തെയും വെട്ടി നീക്കാൻ മാത്രം കരുത്തുണ്ടോ കത്രികയ്ക്ക് എന്നതുകൂടി അറിയുന്ന തെരഞ്ഞെടുപ്പാണിത്. 23-ാം തീയതി വോട്ടെണ്ണുമ്പോൾ അറിയാം പി വി അൻവർ എത്രത്തോളം വോട്ട് സമാഹരിച്ചു, അത് വിജയത്തിലേക്ക് എത്തിയോ എന്നതൊക്കെ. ദീപക് മലയമ്മ നമുക്കൊപ്പം. ദീപക് മലയമ്മ, നിലമ്പൂർ ടൗൺ വരെയാണല്ലോ ഈ റോഡ് ഷോ നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് വേഗം കൂട്ടിയോ? സുജയ, ഇത്രയും സമയം വളരെ മന്ദഗതിയിലാണ് റാലി കടന്നു പോന്നിരുന്നത്. ഇപ്പോൾ ചന്തക്കുന്ന് നഗരത്തിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ വേഗത കൂട്ടുകയാണ്. കാരണം നേരത്തെ തന്നെ നിശ്ചയിച്ച പരിപാടിയുണ്ട്. ആ നിശ്ചയിച്ച പരിപാടി എന്ന് പറയുന്നത് 7 മണിക്കാണ്. 7 മണിക്ക് ആ പരിപാടി നിശ്ചയിച്ചത് കൊണ്ട് തന്നെ അവിടേക്ക് കൃത്യസമയത്ത് എത്തിച്ചേരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ നമുക്ക് ചന്തക്കുന്ന് നഗരത്തിലെ കാഴ്ചകൾ കൂടി കാണാൻ സാധിക്കുന്നത്. നിരവധിയായ ആളുകളാണ് ഈ നഗരത്തിലേക്ക്, നിലമ്പൂർ നഗരമധ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാതായതോടുകൂടി ചന്തക്കുന്ന് മുക്കട്ട റോഡിന്റെ ജംഗ്ഷനിൽ, ചന്തക്കുന്ന് ജംഗ്ഷനിലെത്തി കാത്തു നിൽക്കുകയും അഭിവാദ്യം അർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അവരുടെ അടുത്തേക്കാണ് ആ വാഹനം എത്തിച്ചേർന്നത്. വലിയ ഹർഷാരവത്തോടു കൂടി തന്നെയാണ് ആളുകളെല്ലാം തന്നെ പി വി അൻവറിനെ സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിന് തൊട്ടു പിന്നാലെ, ആ വാഹനത്തിന് തൊട്ടു പിന്നാലെ തന്നെ അടുത്തു വന്ന് അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ച് മുന്നോട്ട് വരുന്നതൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇതുവരെ നിലമ്പൂരിന്റെ മണ്ണിൽ പി വി അൻവർ എന്താണ് എന്നുള്ളത് ഈ ഒരു യാത്രയിലൂടെ, ഈ റോഡ് ഷോയിലൂടെ തെളിയിക്കാനുള്ള ശ്രമങ്ങൾ പി വി അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് പൂർണ്ണമായും ഒരർത്ഥത്തിൽ വിജയം കാണുന്നു എന്ന് തന്നെ വേണം പറയാൻ. ആ യാത്രയ്ക്ക് അത്ര കണ്ട സ്വീകാര്യത തന്നെയാണ് കിട്ടുന്നത്. നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന ചില ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ അത് മറ്റ് പലയിടങ്ങളിൽ നിന്ന് ആളുകളെ എത്തിക്കുന്നു എന്നുള്ളതായിരുന്നുവെങ്കിൽ അതല്ല, മറിച്ച് തനിക്ക് ഈ മണ്ണിൽ തന്നെ വേരോട്ടമുണ്ട് എന്നുള്ളതാണ് പി വി അൻവർ കുറെ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 മുന്നണികൾക്കും 23-ാം തീയതിയാണ് തന്റെ മറുപടി എന്നുള്ളതാണ് ഒരു പോരാളി എന്ന കണക്കിന് പി വി അൻവർ ഈ കഴിഞ്ഞ കാലയളവിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു പോരാളിയാണ് താൻ എന്ന് പറയുമ്പോഴും പി വി അൻവറിനൊപ്പം ആരാണ് ഉള്ളത് എന്നുള്ള ചോദ്യമായിരുന്നു. കേവലം 5000-ഓ 6000-ഓ വോട്ട് എന്നതിനപ്പുറത്തേക്ക് പി വി അൻവറിന് ഒരോളം ഉണ്ടാക്കാൻ കഴിയുമോ, ചന്തക്കുന്നിന്റെയും നിലമ്പൂരിന്റെയും ഇടക്കരയുടെയും ഒക്കെ മണ്ണിൽ ഒരോളം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. എന്നാൽ റോഡ് ഷോയിലൂടെയെങ്കിലും ഈ ഘട്ടത്തിൽ പൂർണ്ണമായും ഒരോളം ഉണ്ടാക്കാൻ പി വി അൻവറിന് കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ വിശദീകരണ യോഗം ഉൾപ്പെടെ വിളിച്ച് LDF-ന്റെ ഭാഗമല്ല താനെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച തന്റെ നിലപാടെന്താണെന്ന് വിളിച്ചു പറഞ്ഞ മണ്ണുകൂടിയാണ് ചന്തക്കുന്ന് എന്ന് പറയുന്നത്. ചന്തക്കുന്ന് നഗരത്തിലേക്ക്, ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തേക്ക് പി വി അൻവറും യൂസഫ് പത്താനും ചേർന്ന് നടത്തുന്ന റോഡ് ഷോ എത്തിച്ചേരുകയാണ്. ഈ ഇടുങ്ങിയ